ഹായ് വ്യൂവേഴ്സ്, IT അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രൈൻഡിങ് വീൽ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. നമുക്കറിയാം, മെറ്റൽ റിമൂവ് ചെയ്യാനും അതുപോലെ ഒരു ടൂള് മൂർച്ച കൂട്ടാനും പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഗ്രൈൻഡിങ് മെഷീൻ. ഗ്രൈൻഡിങ് മെഷീൻ പ്രധാനമായിട്ട് അത് വീലാണ് പ്രധാനം. ആ വീൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെറ്റൽ കട്ട് ചെയ്യുന്നതും മൂർച്ച കൂട്ടുന്നതും. ഗ്രൈൻഡിങ് ഈസ് എ മെറ്റൽ റിമൂവിങ് ഓപ്പറേഷൻ വിച്ച് യൂസസ് എ റൊട്ടേറ്റിംഗ് അബ്രസീവ് വീൽ ആസ് എ കട്ടിംഗ് ടൂൾ. ഒരു ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ റിമൂവൽ ഓപ്ഷനാണ്, മെറ്റൽ ഒഴിവാക്കുന്ന ഓപ്പറേഷനാണ്. അതിന് ഒരു കറങ്ങുന്ന അബ്രസീവ് വീലാണ് ഉപയോഗിക്കുന്നത്. അബ്രസീവ് എന്ന് പറഞ്ഞാൽ മൂർച്ച കൂടിയ ഭാഗം, അതുണ്ടാക്കുന്ന അബ്രസീവ് ഉണ്ടാക്കുന്ന വീലാണ് ഉപയോഗിക്കുന്നത്. ജനറലി ഗ്രൈൻഡിങ് ഈസ് എ ഫിനിഷിംഗ് ഓപ്പറേഷൻ വിച്ച് ഹെൽപ്സ് ഇൻ റിമൂവിങ് മെറ്റൽ ഓഫ് തിക്നെസ് 0.25 to 0.5 mm ഫ്രം ജോബ്. പ്രധാനമായിട്ട് ഗ്രൈൻഡിങ് ഒരു ഫിനിഷിംഗ് ഓപ്പറേഷനാണ്. ഇത് 0.25 മുതൽ 0.5 വരെ മെറ്റൽ വരെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇത് കൺസ്ട്രക്ഷൻ ഓഫ് ദ ഗ്രൈൻഡിങ് വീൽ, ഒരു ഗ്രൈൻഡിങ് വീലിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇൻ ഓർഡർ ടു സ്യൂട്ട് ദ ഗ്രൈൻഡിങ് വീൽ ഫോർ ഡിഫറെൻറ്റ് വർക്ക് സിറ്റുവേഷൻസ് ദ ഫീച്ചേഴ്സ് സച്ച് ആസ് അബ്രസീവ്, ഗ്രെയിൻ സൈസ്, ഗ്രേഡ്, സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ് മെറ്റീരിയൽസ് ക്യാൻ ബി വാരിഡ്. അപ്പോൾ പലതരം ആവശ്യങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള ഗ്രൈൻഡിങ് വീൽ ഉണ്ടാക്കാറുണ്ട്. ഓരോ ഗ്രൈൻഡിങ് വീലും അതിൻ്റെ അബ്രസീവ്, അതുണ്ടാകുന്ന തരികൾ, ഗ്രെയിൻ സൈസ്, അത് തരികളുടെ വലിപ്പം, ഗ്രേഡ് അതിൻ്റെ ഉറപ്പ്, സ്ട്രക്ചർ അത് തമ്മിലുള്ള ഗ്യാപ്പ്, അങ്ങനെയുള്ള അതിൻ്റെ ബോണ്ടിങ് മെറ്റീരിയൽസ്, ഈ അബ്രസീവ് ഗ്രെയിൻസ് കൂട്ടി യോജിപ്പിക്കുന്ന പശ, ഇതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും ഓരോ വീലിനും. എ ഗ്രൈൻഡിങ് വീൽ കൺസിസ്റ്റ് ഓഫ് അബ്രസീവ് ദാറ്റ് ഡസ് ദ കട്ടിംഗ് ആൻഡ് ദി ബോണ്ട് ദാറ്റ് ഹോൾഡ്സ് ദി അബ്രസീവ് പാർട്ടിക്കിൾസ് ടുഗദർ. ഒരു ഗ്രൈൻഡിങ് വീൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായി രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ആദ്യം വേണ്ടത് അതിന് ഒരു അബ്രസീവ്, നമുക്ക് മണൽ പോലെ അറ്റങ്ങളൊക്കെ ചെറിയ മൂർച്ചയുള്ള അതുപോലുള്ള തരികൾ, അതിനാണ് നമ്മൾ അബ്രസീവ് എന്ന് പറയാം. അതുപോലെ ഈ തരികൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പശ പോലുള്ള ഭാഗം, ഇതാണ് ബോണ്ട് എന്ന് പറയുന്നത്. ഈ രണ്ട് ഇതുകൊണ്ടാണ് അബ്രസീവ് വീല്, ഗ്രൈൻഡിങ് വീൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഇതിൽ ഓരോന്നായിട്ട് പരിശോധിക്കാം. ഫസ്റ്റ്, അബ്രസീവ്സ്. ദർ ആർ 2 types ഓഫ് അബ്രസീവ്സ്. അബ്രസീവ് പ്രധാനമായി 2 തരത്തിലാണ് അബ്രസീവ് ഉള്ളത്. നാച്ചുറൽ അബ്രസീവ് ആൻഡ് ആർട്ടിഫിഷ്യൽ അബ്രസീവ്. നാച്ചുറൽ അബ്രസീവ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നതാണ്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യവസായാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇപ്പോൾ 2 തരത്തിലുള്ള അബ്രസീവാണുള്ളത്. ദി നാച്ചുറൽ അബ്രസീവ്സ് ആർ എമറി, കൊറണ്ടം. ഇപ്പോൾ നാച്ചുറൽ അബ്രസീവ് പ്രധാനമായിട്ട് പറയുന്നത് എമറിയും കൊറണ്ടം. എമറി എന്ന് പറഞ്ഞാൽ മണൽ പോലുള്ള വസ്തുക്കൾ, നാച്ചുറൽ കാണുന്ന മണൽ പോലുള്ള ഇതാണ് എമറി, കൊറണ്ടം. ദീസ് ആർ ഇംപ്യൂർ ഫോംസ് ഓഫ് അലുമിനിയം ഓക്സൈഡ്. അപ്പോൾ അലുമിനിയം ഓക്സൈഡൊക്കെ ആർട്ടിഫിഷ്യലാണ്. അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു റോ മെറ്റീരിയൽസാണ് എമറിയും കൊറണ്ടമൊക്കെ. ആർട്ടിഫിഷ്യൽ അബ്രസീവ്സ് ആർ സിലിക്കൺ കാർബൈഡ് ആൻഡ് അലുമിനിയം ഓക്സൈഡ്. ഇനി നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കിയിരിക്കുന്ന ടൈപ്പാണ്. അതിൽ പ്രധാനമായി 2 തരത്തിലുള്ള അബ്രസീവാണുള്ളത്, സിലിക്കൺ കാർബൈഡും അലുമിനിയം ഓക്സൈഡും. ഈ രണ്ടുമാണ് നമ്മൾ സാധാരണഗതിയിലുള്ള എല്ലാ അബ്രസീവ് വീൽസും അല്ലെങ്കിൽ ഗ്രൈൻഡിങ് വീൽസും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഈ പ്രധാനമായി 2 ഉപയോഗിക്കൽ, സിലിക്കൺ കാർബൈഡും അലുമിനിയം ഓക്സൈഡും. ദി അബ്രസീവ്സ് ആർ സെലക്റ്റഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി മെറ്റീരിയൽ ബീയിങ് ഗ്രൗണ്ട്. ഏത് മെറ്റീരിയലാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ അബ്രസീവ് സെലക്ട് ചെയ്യുന്നത്. ബ്രൗൺ അലുമിനിയം ഓക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ ജനറൽ പർപ്പസ് ഗ്രൈൻഡിങ് ഓഫ് ടഫ് മെറ്റീരിയൽസ്. ഇതിൽ ടഫായിട്ടുള്ള മെറ്റീരിയൽസ് ഗ്രൈൻഡ് ചെയ്യാനും ജനറൽ പർപ്പസിലൊക്കെ നമ്മൾ ബ്രൗൺ അലുമിനിയം ഓക്സൈഡാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് അലുമിനിയം ഓക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ് ഫെറസ് അലോയ്സ്. ഇരുമ്പ് അടങ്ങിയതായിട്ടുള്ള അലോയ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ബ്രൗൺ അലുമിനിയം ഓക്സൈഡാണ് ഉപയോഗിക്കുന്നത്.
സോറി പിന്നെ വൈറ്റ് അലുമിനിയം ഓക്സൈഡാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് അലുമിനിയം ഓക്സൈഡ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഫെറസും ഇരുമ്പ് ഉൽപ്പന്നങ്ങൾ അടങ്ങിയതുമാണ് പ്രധാനമായിട്ട് വൈറ്റ് അലുമിനിയം ഓക്സൈഡ് ഉപയോഗിക്കുന്നത്. ബ്രൗൺ അലുമിനിയം ഉപയോഗിക്കുന്നത് സാധാരണ ടഫ് മെറ്റീരിയൽസ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഗ്രീൻ സിലിക്കൺ കാർബൈഡ് ഈസ് യൂസ്ഡ് ഫോർ വെരി ഹാർഡ് മെറ്റീരിയൽസ് വിത്ത് ലോ ടെൻസൈൽ സ്ട്രെങ്ത് സച്ച് ആസ് സിമെൻറ്റഡ് കാർബൈഡ് ടൂളുകൾ. ഈ കാർബൈഡ് ടൂളുകൾ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗ്രീൻ സിലിക്കൺ കാർബൈഡ് വീലുകളാണ്. അടുത്തായിട്ട് പറയുന്നത് ഗ്രെയിൻ സൈസ്, ഗ്രിറ്റ് സൈസ്. ഗ്രെയിൻ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ തരികളുടെ വലിപ്പം. നമുക്ക് ചെറിയ തരി, നമ്മൾ വീടിന് വേണ്ടി കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന മണൽ വലിയ തരിയാണ്, തേപ്പിന് ഉപയോഗിക്കുന്ന തരി ചെറിയ തരിയാണ്. അപ്പോൾ ഈ തരികളുടെ വലിപ്പം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഏത് ഗ്രൈൻഡിങ് മെഷീൻ നോക്കിയാലും അതിന് രണ്ട് ഭാഗത്ത് രണ്ട് വീലുണ്ടായിരിക്കും. ഒരു വീല് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടും ചെറിയ തരികളുള്ളതും മറ്റൊരു വീല് വലിയ തരികളുള്ളതുമായി ആയിരിക്കും. അപ്പോൾ ദി നമ്പർ ഇൻഡിക്കേറ്റ്സ് ഇൻ ദി സൈസ് ഓഫ് ദി ഗ്രിറ്റ് റെപ്രസെൻറ്റ്സ് ദി നമ്പർ ഓഫ് ഓപ്പണിങ്സ് ഇൻ ദ സീവ്. അപ്പോൾ നമുക്കറിയാം ഇത്തരം തരികൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വലകൾ, നെറ്റ് ഉപയോഗിക്കാറുണ്ട്. ഈ നെറ്റുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ കണ്ണികളുള്ള നെറ്റ് നമുക്ക് ചെറിയ തരികൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ വലിയ കണ്ണികളുള്ള നെറ്റ് വലിയ തരികൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിനുള്ള എത്ര കണ്ണികൾ അല്ലെങ്കിൽ എത്ര ഓപ്പണിങ്സ്, ഈ വലകളിൽ എത്ര ഓപ്പണിങ്സ് ഉണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ തരികൾ തീരുമാനിക്കുന്നത്. ദ ലാർജർ ദ ഗ്രിറ്റ് സൈസ് നമ്പർ ദ ഫൈനർ ദ ഗ്രിറ്റ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഹോൾസ് ഉള്ള നെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ചെറിയ തരിക്കായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അതിന് നമ്പർ കൊടുത്തിട്ടുണ്ട് 30, 36, 46. അപ്പോൾ 30 എന്നുള്ളത് വലിയ തരികളും ഉള്ള നെറ്റും 46 എന്ന് പറഞ്ഞാൽ ചെറിയ തരികൾ ഉള്ള നെറ്റുമാണ് ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് പറയുന്നത് ഗ്രേഡാണ്. ഗ്രേഡ് ഇൻഡിക്കേറ്റ്സ് ദി സ്ട്രെങ്ത് ഓഫ് ദി ബോണ്ട് ആൻഡ് ദെയർഫോർ ദ ഹാർഡ്നെസ് ഓഫ് ദി വീൽ. ഈ ബോണ്ട് എന്ന ചിത്രം ശ്രദ്ധിക്കുക. അതിൽ വെള്ള കളർ കാണിച്ചിരിക്കുന്നത് അബ്രസീവ് ഗ്രെയിൻസ് ആണ്. അത് ചേർത്ത് വെക്കുന്ന ബോണ്ട് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടി വയ്ക്കുന്ന പശയാണ് പറയുന്നത്. ആ പശയുടെ ഹാർഡ്നെസ്, ആ പശയുടെ ഉറപ്പിനാണ് നമ്മൾ ഗ്രേഡ് എന്ന് പറയുക. ഗ്രേഡ് ഇൻഡിക്കേറ്റ്സ് ദി സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട് ആൻഡ് ദെയർഫോർ ദ ഹാർഡ്നെസ് ഓഫ് വീൽ. അപ്പോൾ ഉറപ്പ്, അതുപോലെ ഒരു വീലിൻ്റെ ഹാർഡ്നെസ് അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന പശയുടെ ഉറപ്പ്, ഇതിനാണ് ഗ്രേഡ് എന്ന് പറയുക. ഇൻ എ ഹാർഡ് വീൽ ദ ബോണ്ട് ഈസ് സ്ട്രോങ് ആൻഡ് സെക്യൂർലി ആങ്കേഴ്സ് ദ ഗ്രിറ്റ് ഇൻ പ്ലേസ് ആൻഡ് ദെയർഫോർ റെഡ്യൂസസ് ദി റേറ്റ് ഓഫ് വിയർ. അപ്പോൾ ഹാർഡ് വീൽ എന്ന് പറഞ്ഞാൽ അതിന് ബോണ്ട് വളരെ സ്ട്രോങ് ആണ്. അത് ആ കറക്റ്റ് സ്ഥലത്ത് അതിനെ പിടിച്ച് നിർത്തും. ഓരോ അബ്രസീവ് ഗ്രെയിൻസിനെയും കറക്റ്റ് സ്ഥലത്ത് പിടിച്ച് നിർത്തുന്നു. അതിനോട് എന്താണ്, അതിന് തേയ്മാനം കുറവായിരിക്കും. അതിന് പെട്ടെന്ന് തേഞ്ഞ് തീരില്ല ആ വീല്. അതുകൊണ്ട് വളരെ ഹാർഡ് വീൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടായിരിക്കും അതിന് ഉപയോഗിക്കുന്നത്. ഇൻ എ സോഫ്റ്റ് വീൽ ദ ബോണ്ട് ഈസ് വീക്ക് ആൻഡ് ദ ഗ്രിറ്റ് ഈസ് ഈസിലി ഡിറ്റാച്ച്ഡ് റിസൾട്ടിങ് ഹൈ റേറ്റ് ഓഫ് വിയർ. എന്നാൽ സോഫ്റ്റ് വീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പശയുടെ ശക്തി കുറവായതുകൊണ്ട് തന്നെ ചിലപ്പം കുറച്ച് പെട്ടെന്ന് തേയ്മാനം സംഭവിക്കും വീലിന്. ഗ്രേഡ് ഇൻഡിക്കേറ്റ്സ് ലെറ്റർ എ ടു സെഡ്. ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എ ടു സെഡ് വരെയുള്ള ലെറ്റേഴ്സ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് പറയുന്നത് സ്ട്രക്ചർ. ദിസ് ഇൻഡിക്കേറ്റ്സ് ദി amount ഓഫ് ബോണ്ട് പ്രസൻറ്റ് ബിറ്റ്വീൻ ദി ഇൻഡിവിജ്വൽ അബ്രസീവ് ഗ്രെയിൻസ് ആൻഡ് ദി ക്ലോസ്നെസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഗ്രെയിൻസ് ഈച്ച് അതർ. അപ്പം ഇത് ഉദ്ദേശിക്കുന്നത് ഇതിൽ അബ്രസീവ് ഗ്രെയിൻസും ബോണ്ടും തമ്മിലുള്ള റേഷ്യോ നമ്മളിത് കൂട്ടിച്ചേർക്കുമ്പോൾ ഒന്നുകിൽ ബോണ്ട് കൂടുതലായിരിക്കാം, അബ്രസീവ് ഗ്രെയിൻസ് കുറവായിരിക്കാം, അല്ലെങ്കിൽ അബ്രസീവ് ഗ്രെയിൻസ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ബോണ്ട് കുറവായിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോക്കാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയാം. ഓരോ ഇൻഡിവിജ്വൽ അബ്രസീവിൻ്റെയും ഇടയ്ക്കുള്ള ബോണ്ടിൻ്റെ അളവ്, അതിനാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയാം. ആൻഡ് ഓപ്പൺ സ്ട്രക്ചർ വിൽ കട്ട് മോർ ഫ്രീലി. ഓപ്പൺ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൽ ബോണ്ടിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഓപ്പൺ സ്ട്രക്ചർ അത് ഫ്രീ ആയിട്ട് കട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ് വിൽ റിമൂവ് മോർ മെറ്റൽ ഇൻ എ ഗിവൺ ടൈം ആൻഡ് പ്രൊഡ്യൂസ് ലെസ് ഹീറ്റ്. അപ്പോൾ കൂടുതൽ വിട്ട് അബ്രസീവ് ഗ്രെയിൻസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഫ്രീ ആയിട്ട് കട്ട് ചെയ്യും, കുറഞ്ഞ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ് വിൽ നോട്ട് പ്രൊഡ്യൂസ് സച്ച് എ ഗുഡ് ഫിനിഷ്
ആസ് എ ക്ലോസ്ലി സ്ട്രക്ചേർഡ് വീൽ. എന്നാൽ അബ്രസീവ് ഗ്രെയിൻസ് വളരെ അടുത്തിട്ടുള്ള വീലിൻ്റെ അത്ര തന്നെ ഫിനിഷിങ് ഈ ഓപ്പൺ സ്ട്രക്ചറിൽ കിട്ടില്ല. പ്രധാനമായും 2 സ്ട്രക്ചറുള്ളത്, ഓപ്പണും ക്ലോസും. അടുത്തിട്ട് പറയുന്നത് ബോണ്ട്. ദ ബോണ്ട് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് വെൻ മിക്സഡ് വിത്ത് അബ്രസീവ് ഗ്രെയിൻസ് ഹോൾഡ് ദം ടുഗദർ. ബോണ്ട് എന്ന് പറഞ്ഞാൽ അബ്രസീവ് ഗ്രെയിൻസുമായിട്ട് കൂട്ടിച്ചേർത്താൽ അത് തമ്മിൽ അബ്രസീവ് ഗ്രെയിൻസിനെ പരസ്പരം കൂട്ടിച്ചേർക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പശ പോലുള്ളതിനാണ് നമ്മൾ ബോണ്ട് എന്ന് പറയുന്നത്. എനേബിളിംഗ് ദ മിക്സർ ടു ബി ഷേപ്പ്ഡ് ഇൻ ദ ഫോം ഓഫ് എ വീൽ ആൻഡ് ആഫ്റ്റർ സ്യൂട്ടബിൾ ട്രീറ്റ്മെൻറ്റ് ടു ടേക്ക് നെസസറി മെക്കാനിക്കൽ സ്ട്രെങ്ത് ഫോർ ഇറ്റ്സ് വർക്ക്. അപ്പോൾ ഇതിന് ഒരു മിക്സർ രൂപത്തിൽ ഇത് ഉണ്ടാക്കുന്നു, രണ്ടുപേരും കൂട്ടിക്കുഴച്ചതിന് ശേഷം, എന്നിട്ട് ഒരു വീലിൻ്റെ രൂപത്തിൽ ഇത് പരുവപ്പെടുത്തി എടുക്കുന്നു. അതിനുശേഷം ആവശ്യമായുള്ള ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ആവശ്യമായ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഇതിനുണ്ടാകുന്നു. ദ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് പൊസസ്ഡ് ബൈ ദ ബോണ്ട് ഈസ് കാൾഡ് ദ ഗ്രേഡ്. ഇതിൻ്റെ സ്ട്രെങ്ത്ത്, ഈ ബോണ്ടിൻ്റെ ഹാർഡ്നെസ്സിനാണ് നമ്മൾ ഗ്രേഡ് ഓഫ് വീൽ എന്ന് പറയുക. ആൻഡ് ഇൻഡിക്കേറ്റ്സ് ദി അബിലിറ്റി ഓഫ് ദ ബോണ്ട് ടു ഹോൾഡ് ദ അബ്രസീവ് ഗ്രെയിൻസ് ഇൻ ദ വീൽ. അപ്പം ഈ അബ്രസീവ് ഗ്രെയിൻസിനെ കൂട്ടി യോജിപ്പിക്കാനുള്ള അതിൻ്റെ കഴിവ്, ഇതിനാണ് നമ്മൾ ഗ്രേഡ് എന്ന് പറയാം. There are several types of bonding materials used for making wheels. പലതരത്തിലുള്ള ബോണ്ടിങ് മെറ്റീരിയൽസ് വീലുണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഏതൊക്കെ ബോണ്ടിങ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുക എന്ന് നോക്കുക. ഫസ്റ്റ് വിട്രിഫൈഡ് ബോണ്ട്. വിട്രിഫൈഡ് ബോണ്ടിനെ നമ്മൾ ലെറ്റർ വി എന്നുള്ളതിന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ബോണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോണ്ടാണിത്, വിട്രിഫൈഡ് ബോണ്ട്. ഇറ്റ് ഹാസ് ഹൈ പൊറോസിറ്റി ആൻഡ് സ്ട്രെങ്ത് വിച്ച് മേക്സ് ദിസ് ടൈപ്പ് ഓഫ് വീൽ സ്യൂട്ടബിൾ ഫോർ ഹൈ റേറ്റ് ഓഫ് സ്റ്റോക്ക് റിമൂവർ. ഇത് ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ മെറ്റൽ റിമൂവ് ചെയ്യാൻ പറ്റും. കാരണം അത് കൂടുതൽ ഓപ്പൺ സ്ട്രക്ചറായിട്ട് കൂടുതൽ പോറോസിറ്റി, ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് കൂടുതൽ സ്ട്രെങ്ത് കൈവരുന്നു, കൂടുതൽ മെറ്റൽ റിമൂവ് ആകുന്നു. ഇറ്റ് ഈസ് നോട്ട് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ വാട്ടർ, ആസിഡ്, ഓയിൽസ് ഓർ ഓർഡിനറി ടെമ്പറേച്ചർ കണ്ടീഷൻസ്. ഇത് സാധാരണഗതിയിൽ ഇതിന് വെള്ളം, ഓയിൽ സാധാരണ ഇതിനൊക്കെ ഒരിക്കലും അഫക്റ്റ് ചെയ്യുന്നില്ല, അതൊന്നും ഇതിനെ ബാധിക്കുന്നില്ല. അടുത്തൊരു പറയുന്നത് സിലിക്കേറ്റ് ബോണ്ട്. സിലിക്കേറ്റ് ബോണ്ട് യെസ് എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. സിലിക്കേറ്റ് വീൽസ് ഹാവ് എ മിഡ്ലർ ആക്ഷൻ ആൻഡ് കട്ട് വിത്ത് ലെസ് ഹാർഡ്നെസ് ദാൻ വെട്രിഫൈഡ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു സാധാരണഗതിയിൽ മിഡിൽ ആക്ഷനാണ്. അതുപോലെ വിട്രിഫൈഡിൻ്റെ അത്ര തന്നെ ഇത് കട്ടാവുന്നില്ല. ഫോർ ദിസ് റീസൺ ദേ ആർ സ്യൂട്ടബിൾ ഫോർ ഗ്രൈൻഡിങ് ഫൈൻ എഡ്ജ് ടൂൾസ്, കട്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ഇത് ഫൈൻ എഡ്ജ് ടൂൾസ്, കട്ടറൊക്കെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നു. അടുത്തത് പറയുന്നത് ഷെല്ലാക്ക് ബോണ്ട്. ഷെല്ലാക്ക് ബോണ്ടിനെ നമ്മൾ ഇ എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഷെല്ലാക്ക് ബോണ്ടിനെ ഇ എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ഹെവി ഡ്യൂട്ടി ലാർജ് ഡയമീറ്റർ വീൽസ് വേർ ഫൈൻ ഫിനിഷ് ഇസ് റിക്വയർഡ്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹെവി ഡ്യൂട്ടി ലാർജ് ഡയമീറ്റർ വീൽസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതിന് നല്ല ഫിനിഷ് വേണ്ട ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ ദ ഗ്രൈൻഡിങ് ഓഫ് മിൽക്ക് കട്ടേഴ്സ്, മിൽക്ക് കട്ടർ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. അടുത്ത റബ്ബർ ബോണ്ട്. റബ്ബർ കൊണ്ടുണ്ടാക്കുന്ന ബോണ്ടാണ് റബ്ബർ ബോണ്ട്. അതിൽ ആർ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ദിസ് ഈസ് യൂസ്ഡ് വെർ സ്മാൾ ഡിഗ്രി ഓഫ് ഫ്ലെക്സിബിലിറ്റി ഈസ് റിക്വയർഡ് ഓൺ ദ വീൽ ആസ് ഇൻ ദ കട്ടിംഗ് ഓഫ് വീൽസ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന വീലുകൾക്കൊക്കെ നമ്മൾ ചെറിയൊരു ഫ്ലെക്സിബിലിറ്റി വേണമെങ്കിൽ, റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ചെറിയൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. അങ്ങനെയുള്ള ഫ്ലെക്സിബിലിറ്റി ആവശ്യമുള്ളിടത്തൊക്കെ നമ്മൾ റബ്ബർ ബോണ്ട് കൊണ്ടുണ്ടാക്കിയ വീൽ ഉപയോഗിക്കുന്നു. അടുത്തായിട്ട് പറയുന്നത് റെസനോയിഡ് ബോണ്ട്. റെസനോയിഡ് ബോണ്ട് അതിൻ്റെ ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബി ആണ്, ബി. ദിസ് ഈസ് യൂസ്ഡ് ഫോർ സ്പീഡ് വീൽസ്. ഹൈ സ്പീഡ് വീലിനൊക്കെയാണ് നമ്മൾ റെസനോയിഡ് ബോണ്ട് ഉപയോഗിക്കുന്നത്. സച്ച് വീൽസ് ആർ യൂസ്ഡ് ഇൻ ഫൗണ്ടറീസ് ഫോർ ഡ്രസ്സിങ് കാസ്റ്റിങ്സ്. ഇതിന് ഉപയോഗിക്കുന്നത് ഫൗണ്ടറികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോഴുള്ള അതിന് ഉണ്ടാക്കുന്ന ഫൗണ്ടറികളൊക്കെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. അത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ദേ ആർ സ്ട്രോങ് ഇനഫ് ടു വിസ്റ്റാൻഡ് കൺസിഡറബിൾ അവേഴ്സ്.
ഇത് കുറേ എല്ലാതും വിസ്റ്റാൻഡ് ചെയ്യാനുള്ള പവർ ഇതിന് ഉണ്ടായിരിക്കും. അടുത്തത് സ്റ്റാൻഡേർഡ് മാർക്കിംഗ് സിസ്റ്റം ഫോർ ഗ്രൈൻഡിങ് വീൽസ്. ഈ ഗ്രൈൻഡിങ് വീലിൻ്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ ഉൾപ്പെട്ട സ്റ്റാൻഡേർഡായിട്ട് മാർക്കിംഗ് വീലിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും. ചിത്രം ശ്രദ്ധിക്കുക. വീലിൻ്റെ മുകളിൽ കാണുന്നുണ്ട് 51 AA 46 H5V8. ഈ ഒരു വീലിൻ്റെ ഇത്രയും നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ, മാർക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ, അത് ഓരോന്നിനും ഓരോ കാര്യത്തിനാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് വീൽ മാർക്ക് സ്പെസിഫൈ ആൾ ദ ഇമ്പോർട്ടൻ്റ് വീൽ ക്യാരക്ടറിസ്റ്റിക്സ്. വീലിൻ്റെ എല്ലാ സ്വഭാവശേഷങ്ങളും കാണിക്കുന്നതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് വീൽ മാർക്കിങ്സ്. ദ മാർക്കിംഗ് സിസ്റ്റം കംപ്രൈസസ് ഓഫ് 7 സിംബൽസ് വിച്ച് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. ഇത് പ്രധാനമായിട്ട് 7 കാര്യങ്ങളാണ് ഇത് പ്രധാനമായിട്ട് വരുന്നത്. അത് താഴെ കാണുന്ന ഓർഡറിൽ ഇവിടെ കാണിച്ചിരിക്കും. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നോക്കാം. 51A6 സ്പെസിഫിക്കേഷൻ ഓഫ് ഗ്രൈൻഡിങ് വീൽ. ദ ഗ്രൈൻഡിങ് വീൽ സ്പെസിഫൈഡ് ബൈ ദ സ്റ്റാൻഡേർഡ് വീൽ മാർക്കിങ്സ് ലൈക്ക് ഡയമീറ്റർ ഓഫ് വീൽ. നമുക്ക് വീലിൻ്റെ ഡയമീറ്ററിൽ കാണിച്ചിരിക്കണം. ബോർ ഡയമീറ്റർ ഓഫ് വീൽ, അതിൻ്റെ ഉള്ളിലുള്ള ബോറിൻ്റെ ഡയമീറ്റർ കാണിച്ചിരിക്കണം. തിക്നെസ് ഓഫ് ദ വീൽ, അതിൻ്റെ കനം എത്ര ഉണ്ടെന്ന് കാണിച്ചിരിക്കണം. ഷേപ്പ് ഓഫ് ദ വീൽ, ആ വീൽ ഏത് ഷേപ്പിലാണെന്നും കാണിച്ചിരിക്കണം. ഒരു എക്സാമ്പിൾ കാണിച്ചു ചെയ്യാം. 32A 46 H8V 250x20x32 സ്ട്രെയിറ്റ് വീൽ. അതൊക്കെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ വീലിൻ്റെ കറക്റ്റ് സ്പെസിഫിക്കേഷനായിട്ട് മാറുള്ളൂ. അതിൻ്റെ വീലിൻ്റെ സൈസ് ഒക്കെ എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോന്നും എന്ത് സൂചിപ്പിക്കുന്നതാണ് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് ഓരോ പൊസിഷനിൽ ലെറ്റർ എന്തിനൊക്കെ സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെ പൊസിഷനിൽ മാനുഫാക്ചറേഴ്സ് സിംബൽസ്, മാനുഫാക്ചറിലെ സിംബലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തത് ടൈപ്പ് ഓഫ് അബ്രസീവ് ഗ്രിഡ് സൈസ്, ഏത് ടൈപ്പ് അബ്രസീവാണ് ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ. പിന്നെ അടുത്ത പൊസിഷൻ, രണ്ടാമത്തത് ഗ്രെയിൻ സൈസ് വരുന്നു. ഇനി പൊസിഷൻ 3 ഗ്രേഡ് കാണിക്കുന്നു. പൊസിഷൻ 4 സ്ട്രക്ചർ കാണിക്കുന്നു. പൊസിഷൻ 5 ടൈപ്പ് ഓഫ് ബോണ്ട് കാണിക്കുന്നു. പൊസിഷൻ 6 മാനുഫാക്ചേഴ്സ് ഓൺ മാർക്ക്, മാനുഫാക്ചർ സ്വന്തം മാർക്ക് വീണ്ടും കാണിക്കുന്നു. ഇതൊക്കെയാണ് ഒരു വീലിൻ്റെ സ്റ്റാൻഡേർഡ് മാർക്കിംഗ് സൂചിപ്പിക്കുന്നത്. ഇനി ചിത്രം ശ്രദ്ധിക്കുക. ഇതിൽ താഴെ കാണിച്ചിട്ടുണ്ട്, മുകളിൽ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒന്ന് 51 എന്ന് കാണിച്ചു. 51 എന്ന് പറഞ്ഞാൽ അത് മാനുഫാക്ചറേഴ്സ് സിംബൽസ് ആണ് വരുന്നത്. അടുത്തത് വരുന്നത് ടൈപ്സ് ഓഫ് അബ്രസീവ്. 2 തരത്തിലുള്ള അബ്രസീവാണ് വരുന്നത്. അലുമിനിയം ഓക്സൈഡും സിലിക്കൺ കാർബൈഡും. അലുമിനിയം ഓക്സൈഡിന് A എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു, സിലിക്കൺ കാർബൈഡിന് C എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ സിലിക്കൺ കാർബൈഡാണ്, A ആണെങ്കിൽ അലുമിനിയം ഓക്സൈഡ് A എന്നാണ് കാണിച്ചത്, അതുകൊണ്ട് അത് അലുമിനിയം ഓക്സൈഡാണ്. അടുത്ത ഗ്രെയിൻ സൈസ് 36 ശ്രദ്ധിക്കുക. കോഴ്സ് ഗ്രെയിൻ സൈസ് ആണെങ്കിൽ അത് 10, 12, 14, 24 വരെ വരും. മീഡിയം ആണെങ്കിൽ 30 to 60 വരെ വരും. ഫൈൻ ആണെങ്കിൽ 80 to 180 വരെ വരും. വെരി ഫൈനാണെങ്കിൽ 220 to 600 വരെ വരും. അപ്പോൾ അതിനർത്ഥം എത്ര കണ്ട് തരി ചെറുതാവുന്നു അത്ര കണ്ട് അതിൻ്റെ കണ്ണികളുടെ എണ്ണം കൂടിയിരിക്കും. ഇവിടെ കാണുന്നത് 36 ആണ്, അതുകൊണ്ട് മീഡിയമാണ്. അടുത്ത് ഗ്രേഡ് എൽ എന്ന് കാണിച്ചിരിക്കുന്നു. ഗ്രേഡ് എൽ. അപ്പോൾ അതിൻ്റെ ലെറ്റർ നോക്കുക. A to Z വരെയുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. A to Z വരെയുള്ള ലെറ്ററാണ് ഇത് സൂചിപ്പിക്കുന്നത്. A തൊട്ടിട്ട് F വരെ സോഫ്റ്റാണ്. G തൊട്ടിട്ട് V വരെ മീഡിയമാണ്. W തൊട്ടിട്ട് Z വരെ ഹാർഡാണ്. ഇത്രയും കാര്യങ്ങളാണ് 3 ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. A തൊട്ട് F സോഫ്റ്റ്, മറ്റേ മീഡിയം, ഹാർഡ്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് എല്ലാണ്, അതുകൊണ്ട് മീഡിയമാണ്. അടുത്തത് സ്ട്രക്ചർ ശ്രദ്ധിക്കുക. സ്ട്രക്ചർ 2 സ്ട്രക്ചറാണ്, ഓപ്പണും ക്ലോസും. ഓപ്പൺ എന്ന് പറഞ്ഞാൽ 1 to 7 ആണ്. സോറി, ക്ലോസസ്റ്റ് ടു ഓപ്പൺ. ക്ലോസ് എന്ന് പറഞ്ഞാൽ 1 to 7 ആണ്. ഓപ്പൺ ടു എന്ന് പറഞ്ഞാൽ 9 to 14 ആണ്. ക്ലോസും ഓപ്പൺ. ഓപ്പൺ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് അബ്രസീവ് ഗ്രെയിൻസ് ആണ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ കുറച്ച് വിട്ടുവിട്ടായിരിക്കും അബ്രസീവ് ഗ്രെയിൻസ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പർ 5 ആണ്, അതുകൊണ്ട് ക്ലോസ് ആണ്. അടുത്ത ടൈപ്പ് ഓഫ് ബോണ്ട്. ടൈപ്പ് ഓഫ് ബോണ്ട് പലതരത്തിൽ നിങ്ങൾക്കറിയാം. വിട്രിഫൈഡ്, സിലിക്കൊക്കെ പലതരത്തിലുണ്ട്. ഏതാണെന്ന് നോക്കുക. ഇതിൽ V ആണ് കാണിച്ചിരിക്കുന്നത്. V എന്ന് പറഞ്ഞാൽ വിട്രിഫൈഡ് ആണ് കാണിച്ചു. R എന്ന് പറഞ്ഞാൽ റബ്ബറാണ് കാണിച്ചു. B എന്ന് പറഞ്ഞാൽ റസനോയിഡാണ്. E എന്ന് പറഞ്ഞാൽ ഷെല്ലാക്കാണ് കാണിച്ചു. ലാസ്റ്റ് മാനുഫാക്ചർ റെഫറൻസ്, മാനുഫാക്ചർ ആയിട്ട് റെഫറൻസ്. ഇത്രയാണ് സ്റ്റാൻഡേർഡ് മാർക്കിംഗ് ഓഫ് വീലിൽ വരുന്നത്. അടുത്തത് വീൽ ഇൻസ്പെക്ഷൻ ആൻഡ് വീൽ മൗണ്ടിങ്. ഒരു വീൽ ഉറപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ദ വീൽ സെലക്റ്റഡ് മേ ബി ഹാവ് ബീൻ ഡാമേജ്ഡ് ഡ്യൂറിങ് ട്രാൻസ്പോർട്ട് ഓർ സ്റ്റോറേജ് ആൻഡ് മസ്റ്റ് ബി കെയർഫുള്ളി ഇൻസ്പെക്റ്റഡ് ബിഫോർ യൂസ്. അപ്പോൾ അത്
ഇതിന് ട്രാൻസ്പോർട്ടൊക്കെ കേടുവരാൻ സാധ്യതയുണ്ട്. ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ വിഷ്വൽ ഇൻസ്പെക്ഷൻ, കാണുമ്പോൾ നോക്കുക എന്തൊക്കെ ഉണ്ടെന്ന് വീലിനെ സംബന്ധിച്ചോളം. ബ്രോക്കൺ ചിപ്പ് എഡ്ജസ്, അറ്റൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടോ നോക്കുക, ക്രാക്ക് ഉണ്ടോ നോക്കുക, ഡാമേജിൻ്റെ ബൗണ്ട് ബുഷിങ്, ഡാമേജിൻ്റെ പേപ്പർ വാഷേഴ്സ്, അങ്ങനെ കംപ്ലൈൻറ്റുള്ള വാഷേഴ്സൊക്കെ ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത ടെസ്റ്റിംഗ് ഓഫ് ക്രാക്ക്, പൊട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാനുള്ള വിധമാണ് പറയുന്നത്. ഒരു കയറിൽ തൂക്കിയിട്ടിട്ട് കറക്കി നോക്കിയാൽ നമുക്ക് ഒന്ന് തട്ടി നോക്കിയാലൊക്കെ അറിയാൻ പറ്റും. ടെസ്റ്റ് ദ വീൽ ഫോർ ക്രാക്ക് ബൈ ഫോളോയിങ് മെത്തേഡ്, എങ്ങനെയൊക്കെ ക്രാക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. സസ്പെൻഡ് ദ വീൽ ഓൺ ദ പീസ് ഓഫ് സ്ട്രിങ്, സപ്പോർട്ട് ഇറ്റ് 1 ഫിംഗർ ത്രൂ ദ ബഷിങ്. അപ്പോൾ ഒരു കയറിൽ തൂക്കിയിട്ട ശേഷം നമ്മൾ തട്ടി നോക്കുക. അലോ ദ വീൽ ഹാങ് ഫ്രീ, സ്വയം തൂക്കിയിടുക. ടാപ്പ് ദ വീൽ വിത്ത് നോൺ മെറ്റാലിക് ഒബ്ജക്റ്റ് സച്ച് ആസ് സ്മാൾ വുഡൻ പാലറ്റ് ടൂൾ ഹാൻഡിൽ, ഒരു മാലറ്റ് ഉപയോഗിച്ചൊക്കെ തട്ടി നോക്കുക. എ ക്ലിയർ റിംഗിങ് സൗണ്ട് ഇൻഡിക്കേറ്റ്സ് ദി വീൽ നോട്ട് ക്രാക്കഡ്, നല്ല റിംഗിങ് സൗണ്ട് ഉണ്ടെങ്കിൽ ആ വീലിന് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കും. എ ഡൾ സൗണ്ട് മീൻസ് ദാറ്റ് വീൽ ഈസ് ക്രാക്കഡ്, നല്ല ഡൾ സൗണ്ട് ആണെങ്കിൽ ആ വീല് ശരിയല്ല എന്ന് മനസ്സിലാക്കും. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും നോക്കാം. ഡിസ്കാർഡ് അനി വീൽ ദാറ്റ്, അങ്ങനെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഷോ ദ സൈൻ ഓഫ് ഡാമേജ്, അങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് ഡാമേജിൻ്റെ ചിഹ്നമാണ്. ഡസ് നോട്ട് റിംഗ് ക്ലിയർലി വെൻ സ്ട്രക്ക്, ഇഫ് യു ആർ ഡൗട്ട് ഡോണ്ട് യൂസ് വീൽ, എന്തെങ്കിലും കംപ്ലൈൻറ്റ് കണ്ടാൽ ഒരിക്കലും അത് ഉപയോഗിക്കരുത്. അത് ശരിക്കും മാർക്ക് ചെയ്തിട്ട് നമ്മളതിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രൈൻഡിങ് വീലിനെ കുറിച്ചാണ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.